ഇവിടെ ഒരു ബാറിലിരുന്ന് ഈ കപ്പിൾസ് വൈൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇവനാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ബോക്സിനുള്ളിൽ ഐഫോൺ പൊതിഞ്ഞ് അത് ഗിഫ്റ്റ് ആയിട്ട് ഇവൾക്ക് കൊടുക്കാം. ഇവൾ ഇതെന്താണെന്ന് ചോദിക്കും. അപ്പൊ ഇവൻ ഇതെന്റെ വക നിനക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇവള് ചോക്ലേറ്റ് ആണ് നീ എനിക്ക് ഗിഫ്റ്റ് തരുന്നത്, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം എത്ര വിലയുള്ളതാണെന്ന് നിനക്കറിയോ, അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ ഗന്ധം അത് നീ ഈ തന്ന ചോക്ലേറ്റിനേക്കാളും 100 മടങ്ങ് ഉണ്ടാവും പറയാൻ ഇവൾ. അപ്പൊ ഇവൻ എനിക്ക് പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ തന്നെയല്ലേ ഇതെല്ലാം നിനക്ക് വാങ്ങി തന്നെ ചോദിക്കുകയാണ്. എന്നിട്ട് എനിക്കിപ്പോൾ പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ വെറും കൈയോടെ നിന്നെ കാണാൻ വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയത് എന്ന് കൂടെ പറയാണ് ഇവൻ. അപ്പൊ ഇവള് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യം തന്നെയല്ല എന്ന് പറഞ്ഞ് ഇവൻ കൊടുത്ത ആ ഗിഫ്റ്റ് അവൻ എന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇവനാണെങ്കിൽ ഇവളോട് ഒന്നുകൂടെ ആ ഗിഫ്റ്റ് ഒന്ന് നോക്കാൻ പറയാം. ഇവളത് നോക്കുമ്പോൾ അതിൽ ഐഫോൺ ഒളിപ്പിച്ചത് ഇവൾ കാണാം. അവൾ ഉടനെ തന്നെ അതെടുത്ത് സന്തോഷത്തോടെ എനിക്കറിയാം നീ എന്നെ പ്രാങ്ക് ചെയ്തതായിരുന്നെന്ന്, അതുകൊണ്ടാണ് ഞാനും നിന്നെ പ്രാങ്ക് ചെയ്തതെന്ന് അടവറക്കാൻ ഇവൾ. അങ്ങനെ ഇവളാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഐഫോൺ ഓൺ ആക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ഓൺ ആകില്ല. ഇവൾ ഇവനോട് ഇത് ഓൺ ആകുന്നില്ല എന്ന് പറയാം. അപ്പൊ ഇവനാണെങ്കിൽ അതിന്റെ ബാറ്ററിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ അത് റിപ്പയർ ചെയ്യാൻ പറ്റും, ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് എടുത്ത ഐഫോൺ ആണെന്ന് പറയാൻ ഇവളോട്. അപ്പൊ ഇവൾ എന്ത് സെക്കൻഡ് ഹാൻഡോ, എനിക്ക് നീ സെക്കൻഡ് ഹാൻഡ് ഫോൺ ആണോ വാങ്ങിയത്, ഇത് നീ തന്നെ എടുത്തോ, എനിക്ക് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവൻ എന്നെ കൊടുക്കുകയാണ്. അതേ സമയം ഇവനാണെങ്കിൽ ആ ഫോണിന്റെ ബാക്ക് തുറന്ന് അതിൽ നിന്നൊരു ഡയമണ്ട് റിംഗ് എടുത്ത് മേശപ്പുറത്ത് വെക്കാം. ഇത് കണ്ടിട്ട് ഇവളാണെങ്കിൽ അത്ഭുതപ്പെട്ട് അല്ല നീ അല്ലേ പറഞ്ഞ് നിനക്ക് സാമ്പത്തികമായി കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്, പിന്നെ എങ്ങനെയാണ് നീ ഡയമണ്ട് റിംഗ് വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവൻ എനിക്ക് സാമ്പത്തികപരമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ എന്റെ ഭാവി വധു ആകാൻ സാധ്യത ഉള്ളവളെ ഒന്ന് പരീക്ഷിച്ചതായിരുന്നു, അവൾക്ക് അതിനുള്ള അർഹതല്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്ന് കുടിച്ചതിന്റെ എല്ലാം ബില്ല് നീ തന്നെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ അവിടെ നിന്ന് മാസ്ക് അങ്ങ് എഴുന്നേറ്റ് പോകാം.